ഇനി ആ വചനം ഒന്ന് എടുത്തേ. ബൈബിൾ തുടങ്ങും ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. 2-ാമത്തെ വാക്യം, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമി എങ്ങനായിരുന്നു? രൂപരഹിതവും. ഭൂമി പോലും അങ്ങനായിരുന്നു. പിന്നെയാണോ നമ്മുടെ വീട്? നമ്മുടെ വീട് ആകെ ഇട്ടാവട്ടത്തിൽ ഇത്രയല്ലേ ഉള്ളൂ. ഭൂമി മുഴുവൻ ഒരു സമയത്ത് എങ്ങനായിരുന്നു? രൂപരഹിതം. രൂപമില്ല, രൂപരഹിതമായിരുന്നു. എല്ലാം കലങ്ങി കിടക്കുക. രൂപരഹിതം, ഡിസോർഡർ ആണ്, രൂപരഹിതം. അപ്പൊ പറയും, കർത്താവ് എൻ്റെ ഇട്ടാവട്ടത്തിലുള്ള വീടും ഏകദേശം അങ്ങനാണ്. ഈ ലോകത്തെ മുഴുവൻ ക്രമത്തിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് എന്നും സാധ്യമാണ്. ആ വാക്യം ശ്രദ്ധിച്ചേ, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. നമ്മൾ പറയില്ലേ, എൻ്റെ വീടിന് ഒരു രൂപമില്ല. രൂപമില്ലെന്ന് പറഞ്ഞാൽ ഭംഗിയില്ല, ഒരു സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, എന്നും വഴക്ക്. വേറൊരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയോട് ഒന്നും പറയാൻ ഒക്കത്തില്ല, ഒരു വാക്ക് പറഞ്ഞാൽ അവൾ 10 ഇങ്ങോട്ട് പറയും. ഇപ്പം ഞാനും ഒരെണ്ണം പറയുമ്പോൾ 10 അങ്ങോട്ട് പറയും. അപ്പോൾ പിന്നെ നാട്ടുകാരിപ്പോൾ അത് കേട്ടിട്ട് 20 പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം പറയുമ്പോൾ അവർ 10 പറയും, അവർ 10 പറയുമ്പോൾ 20 പറയും. ഇത് രണ്ടും പറയുമ്പോൾ ആര് കേൾക്കും? പുറത്തുള്ളവരൊക്കെ കേട്ടിട്ട് പറയും അവിടെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പറയുമോ? നമ്മൾ പറയും, ദൈവമേ എങ്ങനെ പള്ളിയിൽ പോകാനാ, എങ്ങനെ പോകാനാ? നമ്മുടെ വീടിൻ്റെ ഇത് അവസ്ഥയല്ലേ. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. പിന്നെയോ ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്താ വ്യാപിച്ചത്? അന്ധകാരം വ്യാപിച്ചിരുന്നു. അടുത്ത 3-ാമത്തെ വാക്യം, ഈ സാഹചര്യത്തിൽ എന്താ അവിടെ മുഴങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. എവിടെയാ ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിയത്? രൂപരഹിതമായ, ശൂന്യമായ, അന്ധകാരമുള്ള സ്ഥലത്ത് മുഴങ്ങിയത് എന്നതാ? ദൈവത്തിന്റെ വചനം. ഇത് മുഴങ്ങി നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ വചനം മുഴങ്ങുമ്പോൾ ആ വീട് വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ഫോണിന്റെ ഭയങ്കര ഉപയോഗമാണ്, നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്, പഠിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഭയങ്കര ദേഷ്യവാ, മുറി അടച്ചിരിക്കും, ഭയങ്കര പ്രശ്നമാണ്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു, പറഞ്ഞു വരത്തില്ല, ഒട്ടും വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളൊരു വചനം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, അവൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മ അവനിരിക്കുന്ന കസേരയിൽ, അവൻ കിടക്കുന്ന കട്ടിലേൽ ഇരുന്ന് ഈ വചനം, അവൻ താമസിക്കുന്ന, അവൻ കിടക്കുന്ന മുറിയിൽ ഇത് പറ. ഒന്നല്ല പല പ്രാവശ്യം ഇത് പറ. ആ മുറി അടിച്ചു വാരാൻ ചെല്ലുമ്പോൾ ആ വചനം ഒരു പ്രാവശ്യം പറ. ആ മുറിയിലെ ബുക്കൊക്കെ ഒന്ന് അടുക്കി വെക്കുക, ആ ബെഡ്ഷീറ്റ് നിരത്തി ഓർഡറാക്കി ഇടുമ്പോൾ അമ്മ ഈ വചനം ഒന്ന് പറ. മാറ്റം വരും. ഏതു സാഹചര്യത്തിലും മാറ്റം വരുത്താൻ, നിങ്ങളുടെ അവസ്ഥയെ പൂർണ്ണമായും വിടുവിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. ഒരു സാക്ഷ്യം പറഞ്ഞോണ്ടാ ഇത് പറയുന്നേ. മാറ്റം ഉണ്ടാ കൊച്ചിന്, മാറ്റം ഉണ്ടാ തലമുറയ്ക്ക്. ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കിക്കേ, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? എവിടെയാ വെളിച്ചം ഉണ്ടായത്? ഇരുട്ടുള്ള സ്ഥലത്ത്, രൂപരഹിതമായ സ്ഥലത്ത്, ശൂന്യമായ സ്ഥലത്ത് ഇപ്പൊ എന്തുണ്ടായി? വെളിച്ചം. ദൈവത്തിന്, നിങ്ങളിപ്പോ പറയില്ല എൻ്റെ വീട്ടിൽ സമാധാനമില്ല. ദൈവത്തിന്റെ വാക്കുകൾ മുഴങ്ങാൻ തുടങ്ങുമ്പോൾ, വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സമാധാനം ദൈവം കൊണ്ടുവരും. അവിടെ അനുഗ്രഹത്തെ ദൈവം കൊണ്ടുവരും. അവിടെ ഐശ്വര്യം ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യമാണ്, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അടുത്തതോ, അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു എന്ന്. ആരെ? ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. അപ്പൊ നേരത്തെ എങ്ങനെയായിരുന്നു? ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കിടക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുവാണ്, പാസ്പോർട്ട് എടുത്തിട്ട് പറയുവാന്നിരിക്കട്ടെ, എന്തെന്നറിയില്ല, എൻ്റെ ഭാഗ്യദോഷമാണോന്നറിയില്ല, ഇത് ഒരിക്കലും ഇതൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, റിജക്ഷൻ ആവുകയാണ്, വിസ ശരിയാകുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഇരുട്ടും വെളിച്ചവും വേർതിരിച്ചതുപോലെ ഈ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിനെയും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് വേർതിരിക്കണമെന്ന് പറ. ദൈവം അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പറയൂ, എൻ്റെ വീടിന് എന്താണെന്നറിയില്ല, ഒരു 10 രൂപ പോലും മിച്ചം വെക്കാനില്ല, എത്ര രൂപ കിട്ടിയാലും അത് പോകുന്നേ ഉള്ളൂ, ഒരു മേൽഗതിയില്ല, ഒരു ഉയർച്ചയില്ല, ഒന്നും മിച്ചവും ഇല്ല, ഒന്നും മെച്ചവും ഇല്ല, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുള്ളൂ. നിങ്ങൾ പറ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ പ്രതിസന്ധിയെ വേർതിരിക്കണമേ, ഈ തകർച്ചയെ വേർതിരിക്കണമേ, ഈ വഴക്കിനെ വേർതിരിക്കണമേ, ഈ വെല്ലുവിളിയെ വേർതിരിക്കണമേ. ഞാൻ ഒരു കേസിൽ പെട്ട് കിടക്കുവാണ്,
വേർതിരിക്കണമേ. ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കണം. യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തിയെ നമുക്കാർക്കും അറിയില്ല. ആ വ്യക്തിയെ എനിക്കറിയില്ല. ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നൊരു കാര്യമുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തായാലും ആ വ്യക്തിക്ക് ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആ വീട്ടുകാർ വളരെ സങ്കടത്തിലാണ്. ലോകരാജ്യങ്ങൾ നേതാക്കന്മാർ ഇടപെടുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു കൂട്ടായ്മയിൽ ഏതോ യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. വേണ്ടയോ? ഏതോ ഒരു വ്യക്തി ജീവിതത്തിന് വേണ്ടി ഒരു നാട്ടിൽ തിരിച്ചെത്താൻ, പ്രിയപ്പെട്ടവരെ കാണാൻ അതിയായി ആഗ്രഹിച്ച് ഏതോ ഒരു ജയിലിലുണ്ട്. നമ്മുടെ രാജ്യത്ത് പോയിട്ടില്ല, നമുക്കതിന് മാത്രം സ്വാധീനമില്ല. പക്ഷേ ആ നിമിഷപ്രിയെ നമ്മുടെ സഹോദരിയാണ്, നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. ആ വ്യക്തി രക്ഷപ്പെടണം. ആ നിയമം എന്തു കാര്യമാകട്ടെ അതിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകാൻ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. വേദനിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി. അതിന് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവരാരും കമ്മീഷൻ തന്നിട്ടൊന്നുമല്ല ഈ പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബത്തെയോ ആരും അറിയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ആത്മാവിന്റെ ഐക്യത്തിൽ, വിശ്വാസത്തിൽ നിന്ന് യമൻ ജയിലിൽ കിടക്കുന്ന, വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന, ഒരു വലിയ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി, ആ കുടുംബം സന്തോഷിക്കാൻ ഇടയാകത്തക്ക വിധം ആ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം ഇടപെടും, ഒരു ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എന്തിനെ നോക്കിയിട്ടാണോ? ഇരുട്ടിനെ മാറ്റാൻ ദൈവത്തിന് പറ്റും. രൂപരഹിതമായ സാഹചര്യത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ശൂന്യതയെ മാറ്റാൻ, ആ സ്ഥാനത്ത് വെളിച്ചം കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചേർന്ന് പാടിയേ, യേശുവേ യേശുവേ നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്, മറ്റൊന്നും വേണ്ടി പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ മാർച്ച് മാസം വരെ പ്രാർത്ഥിക്കാൻ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ആ പേരുകളെ നോക്കി നിങ്ങൾ പറയണം, ഈ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യമുള്ളൊരു ഭാവി കൊടുക്കണമെന്ന്. ഒരു കുഞ്ഞും നഷ്ടപ്പെടാൻ പാടില്ല, ഒരാളും വഴിതെറ്റിപ്പോകാൻ പാടില്ല, ഒരാളും കേൾക്കാൻ ഇടയാകരുത്. നിന്റെ മകനാന്ന് തോന്നുന്നു പോലീസ് സ്റ്റേഷൻ കിടപ്പുണ്ട്, നിന്റെ മകനാന്ന് തോന്നുന്നു പോലീസ് ജീപ്പിൽ കയറ്റുന്ന കണ്ടിട്ടുണ്ട്, വേഗം പോയി ഇറക്കിക്കൊണ്ട് പോവാ. നമ്മുടെ കുടുംബത്തിൽ ആരും അത് കേൾക്കാൻ ഇടയാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പറയാൻ ഇടയവരുത്, നിന്റെ മകന് എന്തോ ലഹരിയായിട്ട് ബന്ധമുണ്ട് കേട്ടോ, സംശയാസ്പദമായ രീതിയിൽ പല സ്ഥലത്തും ഞങ്ങൾ കണ്ടു. പറയാനിടയാകരുത്. പിന്നെ എന്തു വേണം? എൻ്റെ മകൾക്ക്, എൻ്റെ മകന് ദൈവമേ ഐശ്വര്യമുള്ളൊരു ഭാവി കൊടുക്കണേ. പ്രാർത്ഥിക്കണം. അത് കിട്ടും. മാർച്ച് മാസം വരെ 190 ദിവസം ഈ ഒരു കാര്യം എന്നും പ്രാർത്ഥിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയുണ്ടല്ലോ, ഞങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, എന്നോട് വേറെ ഒരു പ്രിയപ്പെട്ട വൈദികൻ പറഞ്ഞു, ആ അച്ഛൻ അത് ചെയ്തു എന്ന്, ആ അച്ഛൻ അങ്ങനെ ചെയ്തു എന്ന്. ചെയ്തതിങ്ങനെയാണ്, ഇത്ര ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരു ചെറിയ കുപ്പി തൈലം, എണ്ണ എല്ലാ മാതാപിതാക്കൾക്കും കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പനോ അമ്മയോ ആകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പം നിങ്ങൾ അവരുടെ നെറ്റിയിൽ ഈ തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരുടെ ബുദ്ധി, ഓർമ്മശക്തി കിട്ടാൻ, നല്ലതുപോലെ എഴുതാൻ, നല്ല മാർക്ക് ലഭിക്കാൻ. നിങ്ങൾ എല്ലാ വീട്ടിലും വന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എല്ലാ വീട്ടിലും വന്ന് വൈദികർ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവകരങ്ങൾ, നിങ്ങളുടെ കരങ്ങളെ ദൈവകരങ്ങളാക്കി മാറ്റി ഒരു സെക്കൻഡ് പ്രാർത്ഥിക്ക്. ആ അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ഒരാഴ്ചക്കാലം ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ച്, എണ്ണ നിറച്ച് പ്രാർത്ഥിച്ച്, അടുത്ത വെള്ളിയാഴ്ച മാതാപിതാക്കൾക്ക്, അപ്പനോ അമ്മയ്ക്കോ ഒരു പാത്രം, ചെറിയൊരു കുപ്പി എണ്ണ, അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ 10-ലായിരിക്കും, ചിലപ്പോൾ +1 ആയിരിക്കും, +2 ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ IELTS ആയിരിക്കും, ജർമ്മൻ പഠിക്കുമായിരിക്കും, ഫ്രഞ്ച് പഠിക്കുമായിരിക്കും, ഏത് ഭാഷയാകട്ടെ, ഏത് രാജ്യത്ത് പോകാനാകട്ടെ, അവർ ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അവർ ഒരു മത്സരത്തിന് പോകുമ്പോൾ കുരിശു വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിച്ചു വിടണം. എന്നിട്ട് പറയണം, എൻ്റെ ഐശ്വര്യമുള്ളൊരു ഭാവി ഉണ്ടാകണം. ഹല്ലേലൂയ.
നിങ്ങൾ ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആ ലഭിക്കുന്ന ആ ഒരു തൈലത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾ അറിവുള്ളവരോട് പറയുക. ഇത് അറിവുള്ളവരോട് പറയും. ഇഷ്ടമുള്ളെങ്കിൽ ആഗ്രഹിക്കുന്നവർ അവർ വരട്ടെ. പൈസയൊന്നും ആവശ്യമില്ല. പ്രാർത്ഥനയോടെ നൽകുന്ന ഒരു എണ്ണയാണ്. കാരണമുണ്ടല്ലോ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ചിലരൊക്കെ രക്ഷപ്പെട്ടു വരുന്നത്. ആണോ? ഇങ്ങനെ നമ്മൾക്കൊക്കെ നമ്മൾ ചിന്തിക്കും, ആരൊക്കെയോ ഇങ്ങനെയൊക്കെ പല വിധത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് പലരും രക്ഷപ്പെട്ട് കയറി വന്നത്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഓരോരുത്തർക്കും ഓരോ ടാലൻ്റാണ്. ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, ചിലർ ബിസിനസ് ചെയ്യാൻ കഴിവുണ്ട്, ചിലർക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് കഴിവ്, ചിലർക്ക് നാടകത്തിലാണ്, ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ്, ചിലർക്ക് പഠിക്കാനാണ്, ചിലർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനാണ്. എന്താണോ ദൈവം നിനക്ക് തന്ന കഴിവ്, ആ കഴിവിൽ നിനക്ക് ഐശ്വര്യമുള്ള ഭാവി ഉണ്ടാകണം. ബിസിനസ് ചെയ്യാൻ കഴിവുള്ളവൻ അതിൽ സക്സസ് ആയിരിക്കണം. അല്ലെങ്കിൽ സ്ഥലക്കച്ചവടം ചെയ്യുന്നൊരു ബ്രോക്കർ ആയിരിക്കും, അതിൽ നീ സക്സസ് ആകണം. ദൈവം നിനക്ക് തന്ന കഴിവാണത്. എന്തുമാകട്ടെ, ദൈവം ഓരോ താലന്ത് തന്നിട്ടുള്ളവരുണ്ട്. ചിലർക്ക് സ്പോർട്സിലാണ്, ചിലർക്ക് പാടാനാണ്. അതാണ് ദൈവം നിനക്ക് തന്ന താലന്ത്. അതിൽ നീ അറിയപ്പെട്ടോണം. അതിൽ നീ 4 പേർ നിന്നെ നോക്കി അത്ഭുതത്തോടെ പറയണം, കൊള്ളാം, മിടുക്ക്, സമ്മതിച്ചിരിക്കുന്നു, പറയാൻ ഇടവരണം. അത്രയും ഉയരത്തിലെത്താനാണ്. കേവലം 10 മാർക്ക് കൂടുതൽ കിട്ടാനല്ല ഈ പെട്ടിക്കകത്തിട്ട് പ്രാർത്ഥിക്കുന്നത്. മാർക്ക് മാത്രമല്ല ഒരാളെ സക്സസ് ആക്കുന്നത്, അവന്റെ മേൽ ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം പ്ലസ് ഐശ്വര്യമാണ് അവനെ സക്സസ് ആക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഒത്തിരി കുഞ്ഞുങ്ങൾ, നിങ്ങൾ നല്ല നിലയിൽ എത്തണം കേട്ടോ. ഒരാളും മദ്യവും മയക്കുമരുന്നും തെറ്റായ ബന്ധങ്ങളിലും പോയി തകർന്നു പോയേക്കരുത്. രക്ഷപ്പെട്ടു വന്നോണം, നല്ലപോലെ ജീവിക്കണം. നിങ്ങളെ നോക്കി ഒത്തിരി പ്രതീക്ഷയോടെ ഇരിക്കുന്ന ചിലരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ വീടിനെ ഉയർത്തും. നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ വീട് കൂടിയാണ് ആ കൂട്ടത്തിൽ രക്ഷപ്പെടുന്നത്. ഒരു സമയവും കളയല്ല, അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം അതിനെ സഹായിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ആലയത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരുപാട് ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ വന്ന് എല്ലാവരെയും ഓർക്കുന്നു. ഈ ദിവസം കേട്ട വചനമാണ്. ദൈവത്തിൻ്റെ വചനം തിരഞ്ഞെടുത്തു വായിക്കുക, അപ്പോൾ നിനക്ക് ഐശ്വര്യമുള്ളൊരു ഭാവി ഉണ്ടാകും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർ ചില കാരണങ്ങളാൽ അവർ ദുഃഖിതരാണ്. ഏതു കാര്യം ഓർത്താണ് നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് മനപ്രയാസമുള്ളത്? ഏതൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുവോ? ദൈവത്തിൻ്റെ വചനം ഇന്ന് കേട്ട് പ്രാർത്ഥിച്ചതിലൂടെ നിന്റെ ഭവനത്തിനകത്തൊരു സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടാൻ ഇടവരട്ടെ. കുങ്കുമച്ചെടി പൂത്ത് പാടി ഉല്ലസിക്കുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കാം. എവിടെയെല്ലാം ഒത്തൊരുമിച്ച് പാടുന്നോ, ഒരുമിച്ച് ആരാധിക്കുന്നുവോ, അവിടെയെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ലഭിച്ച അനുഗ്രഹങ്ങൾ അതിശയമാണ്, ലഭിച്ച അനുഗ്രഹങ്ങൾ അത്ഭുതമാണ്, ലഭിച്ച വിടുതലുകൾ അത്ഭുതമാണ്. കാനായിലെ കുടുംബത്തിൽ അവരുടെ സമാധാനത്തെ കെടുത്തിയ ഒരു വിഷയമുണ്ടായി. അവർക്ക് വീഞ്ഞില്ലാതായി. ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ മറിയം യേശുവിൻ്റെ അടുത്ത് എത്തിച്ചു. അത് ആ പ്രശ്നത്തിന് പരിഹാരമായി മാറാൻ കാരണമായി. മറിയമല്ല ആ അത്ഭുതം ചെയ്തത്, മറിയം മാധ്യസ്ഥം വഹിച്ചുവാണ് ചെയ്തത്. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധാമ്മ വഴി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാവുകയാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തയ്യാറാവുക. എവിടെയൊക്കെയാണോ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എത്രയോ എത്രയോ സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കേട്ടത്, എത്രയോ വിടുതലുകളാണ് അനുഭവിക്കുന്നത്, എത്രയോ തകർച്ചകളിൽ നിന്നാണ് ദൈവം അവരെ പടുതുയർത്തിയത്, എത്രയോ സന്തോഷത്തോടെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ഏൽപ്പിച്ചു തരുന്നു. യേശുവേ, ഈ ജനത്തെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കരമടിച്ചു പാടാമോ? ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ.